അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യഥാർത്ഥ വിശ്വാസി ദുനിയാവിൻ്റെ ഏതൊരു പ്രലോഭനങ്ങളെയും അവഗണിക്കുന്നവനും ദുരാഗ്രഹങ്ങൾ വെടിഞ്ഞ് തൻ്റെ ജീവിതം മുഴുവൻ തൻ്റെ നാഥന് സമർപ്പിക്കുന്നവനുമാണ്. അങ്ങനെയായിരിക്കണം ഒരു യഥാർത്ഥ വിശ്വാസി. പ്രപഞ്ചനാഥനായ അല്ലാഹു തന്നെ സൂറത്തുൽ അൻഫാലിലെ 2-ാം ആയത്തിൽ ഇത് വ്യക്തമാക്കുന്നു. അല്ലാഹുവിനെക്കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ വിറയ്ക്കുകയും അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ വായിക്കപ്പെടുകയോ കേൾപ്പിക്കപ്പെടുകയോ ചെയ്താൽ വിശ്വാസം വർദ്ധിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൽ ഭാരമേൽപ്പിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ. അതെ, ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ മാർഗരേഖയാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത്. അല്ലാഹുവിൻ്റെ നാമം പറയപ്പെട്ടാൽ ഹൃദയം വിറയ്ക്കണം. ദുനിയാവിലെ എത്ര വിലയേറിയ ചരക്കുകൾ മുഅ്മിനിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും അവർക്കത് നിസ്സാരമായിരിക്കും. കാരണം അവരുടെ റബ്ബ് ഒരുക്കിവെച്ച സ്വർഗത്തെ അപേക്ഷിച്ച് ഇവയെല്ലാം തുലോം നിസ്സാരമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈത്വാന്റെ വല എന്ന് വിശേഷിപ്പിച്ചത് സ്ത്രീകളെയാണ്. അതെ, ശൈത്വാൻ പുരുഷന്മാരെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നത് സ്ത്രീകളെയാണ്. ഇത്തരം ചതിക്കുഴികളിൽ പാവപ്പെട്ടവർ മുതൽ സൂഫിമാർ വരെ അകപ്പെട്ട ചരിത്രങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇതൊരു സ്ത്രീയുടെ കഥയാണ്. ഇസ്ലാമിനെ വെല്ലുവിളിച്ച് തൻ്റെ നഗ്ന ശരീരം മുസ്ലിം ജനങ്ങൾക്ക് മുന്നിൽ വെളിവാക്കി അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ച ഒരു ഇസ്രായേലി വനിതയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഒരു സുന്ദരിയായ സ്ത്രീ തൻ്റെ വസ്ത്രങ്ങൾ റോഡിൽ നീക്കി പൂർണ്ണ നഗ്നയായി നിന്നു. എന്നാൽ ഒരാളുപോലും അവളിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു വലിയ സംഭവം. എന്താണ് ഇതിൻ്റെ കാരണം? ഇറാഖിലെ ഒരു പ്രവിശ്യയിലേക്ക് ഈ ഇസ്രായേലി വനിത എത്തി. മുസ്ലിമീങ്ങളുടെ യഥാർത്ഥ രൂപം ഞാൻ കാണിച്ചുതരാം എന്ന് വാദിച്ചു. അവൾ ഏറ്റവും മതചിട്ടയോടെ ജീവിക്കുന്ന പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി പിൻപറ്റുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെ ദീനീ ബോധമുള്ള ഒരു നാട്ടിൽ അവൾ എത്തി. അവൾ കരുതി തൻ്റെ രൂപം കണ്ട് ഏതെങ്കിലും യുവാവ് ആകർഷിക്കപ്പെടും, അത് ആ യുവാവിൻ്റെ ഭാര്യയെ കുഴപ്പത്തിലാക്കും. എന്നാൽ അവളുടെ ഓരോ പ്രവൃത്തിയും ഒരിക്കലും ഫലിക്കാത്ത വിധമായിരുന്നു. ഒരു വെള്ളിയാഴ്ച ജനങ്ങൾ ഏറെ നടക്കുന്ന ഒരു സ്ഥലത്ത് അവൾ എത്തി. തൻ്റെ വസ്ത്രങ്ങൾ പൂർണ്ണമായി നീക്കി നഗ്നത പ്രദർശിപ്പിച്ചു. അവരുടെ ശ്രദ്ധയും ആരാധനയും തന്നിലേക്ക് തിരിക്കാനായിരുന്നു അവളുടെ ശ്രമം. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഭവിച്ചു. ഒരു യുവാവ് പോലും അവളിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അവളെ കാണാത്തതുപോലെ ജനങ്ങൾ അവളുടെ അടുത്തുകൂടെ നടന്നുപോയി. സുബ്ഹാനല്ലാഹ്! ഒരുപാട് തവണ അവൾ ഇതേ ശ്രമം തുടർന്നെങ്കിലും ഒരു ഫലവുമുണ്ടായില്ല. അവസാനം നാട്ടിലെ ഒരു സ്ത്രീ അവൾക്ക് വസ്ത്രങ്ങൾ നൽകി അത് ധരിക്കാൻ ആവശ്യപ്പെട്ടു. ആ സ്ത്രീ പറഞ്ഞു, നിന്നെപ്പോലെ ഈ ഉദ്ദേശത്തോടെ ഇവിടെ വന്നവളാണ് ഞാനും. നിന്നേക്കാൾ ഏറെ ഞാൻ ശ്രമിച്ചെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല. ഇത് കേട്ട് അംബരെന്ന ഇസ്രായേലി യുവതി ചോദിച്ചു, ഇവരെ ഇതൊന്നും ആകർഷിക്കാത്തതിൻ്റെ കാരണം എന്താണ്? എന്താണ് അവരെ ഇത്രമാത്രം ആകർഷിച്ചത്? ആ സ്ത്രീ മറുപടി നൽകി, അവരുടെ റബ്ബ് വാഗ്ദാനം ചെയ്ത ആകാശഭൂമിയേക്കാൾ വിശാലമായ സ്വർഗമാണ് അവരെ ആകർഷിച്ചത്. പ്രവാചകന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളും സ്വർഗത്തിലെ ഹൂറുൽ ഈനുകളുമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ട് ഇസ്രായേലി യുവതി അത്ഭുതപ്പെട്ടു. ഇതാണോ മുസ്ലിമീങ്ങളെ ഇത്രമാത്രം ആകർഷിച്ചത് എന്ന് അവൾ ചോദിച്ചു. നാട്ടിലെ ആ സ്ത്രീ പറഞ്ഞു, അതെ, ഇതുതന്നെ. ഈ വാക്കുകൾ കേട്ട ഇസ്രായേലി വനിത ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. അവൾ തൻ്റെ നാട്ടിലേക്ക് മടങ്ങിയില്ല. ഇറാഖിലെ ഒരു യുവാവിനെ വിവാഹം ചെയ്തു. അവർക്ക് ജനിച്ച ആദ്യ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേര് നൽകി. സുബ്ഹാനല്ലാഹ്! അതാണ് മുസ്ലിമീങ്ങൾ. നമ്മുടെ മാർഗത്തിൽ ഉറച്ചുനിന്നാൽ ദുനിയാവിൻ്റെ ഏതൊരു പ്രലോഭനവും നമ്മെ തോൽപ്പിക്കില്ല. ഒരു സത്യവിശ്വാസി എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ മാർഗരേഖ ഇസ്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.